സമഗ്ര റിപ്പോർട്ടുകളുമായി 1 PM ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. എതിർപ്പ് അവഗണിച്ച് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച സർക്കാർ തീരുമാനത്തിൽ CPI കടുത്ത നിലപാട് സ്വീകരിക്കുമോ എന്നുടൻ അറിയാം. CPIയുടെ നിർണായക സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. മന്ത്രിമാരെ രാജിവെപ്പിച്ചു പുറമേ നിന്ന് സർക്കാരിനെ പിന്തുണയ്ക്കണമെന്ന അഭിപ്രായം CPIക്കുള്ളിൽ ശക്തമാണ്. ദേശീയ തലത്തിൽ ചർച്ച നടത്തി സമവായത്തിലെത്താനുള്ള ആലോചനയുമുണ്ട്. പാർട്ടി ദേശീയ സെക്രട്ടേറിയറ്റ് യോഗവും ചേരുകയാണ്. സർക്കാർ തീരുമാനത്തോടുള്ള കടുത്ത അതൃപ്തി വ്യക്തമാക്കുന്നതായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെയും മന്ത്രി GR അനിലിന്റെയും പ്രതികരണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകേണ്ട വഴി ഇതല്ല എന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തിയെടുത്ത തീരുമാനമെന്ന് GR അനിലും ആഞ്ഞടിച്ചു. ആദ്യം പ്രതികരണങ്ങളിലേക്ക്. ഒരു മുന്നണി, അതും ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകേണ്ട വഴി ഇതല്ല. ആ വഴി അപ്പോൾ എന്താണ് നമുക്ക് മുന്നിലുള്ള പോംവഴിയുടെ CPIക്ക് മുന്നിലുള്ള അത് കൂട്ടായി അന്വേഷിക്കാം. നമുക്ക് പോംവഴികളൊക്കെ ഉണ്ടാക്കും. മുന്നണി പോകേണ്ട വഴി ഇതല്ല. ഇത്തരത്തിൽ മുന്നണിയിൽ തുടരാൻ കഴിയുമോ? അതെല്ലാം കമ്മിറ്റി കൂടുന്നുണ്ട് 12:30 മണിക്ക്. അതിനുശേഷം കാണാം. അല്ല, ക്യാബിനറ്റ് പിൻവലിച്ച ഒരു അജണ്ട ക്യാബിനറ്റിൽ വീണ്ടും അവതരിപ്പിക്കാതെ ക്യാബിനറ്റിനെ ഇരുട്ടിൽ നിർത്തി ഇതെങ്ങനെയാണ് ഒപ്പുവെച്ചത് എന്നുള്ള കാര്യം ആദ്യം വിദ്യാഭ്യാസ മന്ത്രി പറയട്ടെ. ഞങ്ങളെല്ലാം ഇരുന്ന ക്യാബിനറ്റിൽ 2 തവണ ചർച്ചയ്ക്ക് വിധേയമായി ഇത് മാറ്റിവെച്ച ഒരു വിഷയമാണ്. പിൻവലിച്ച് അതിന് മറ്റ് വഴികൾ തേടുന്നതിനെക്കുറിച്ച് ആലോചിച്ചതാണ്. അതെങ്ങനെയാണ് ഇന്നലെ ഒപ്പുവെച്ചത് എന്ന് ആദ്യം വിദ്യാഭ്യാസ മന്ത്രി സമൂഹത്തോട് വ്യക്തമാക്കട്ടെ. ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളെ ബോധ്യപ്പെടുത്താത്ത ഒരു വിഷയത്തെ സംബന്ധിച്ച് എന്ത് വേണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് തീരുമാനിക്കും. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനം ഏറ്റവും അന്തിമമായ തീരുമാനമാണ് 4 മന്ത്രിമാർക്ക്. ആ 4 മന്ത്രിമാരും അതിൽ ഒരു തുള്ളി വെള്ളം ചേർക്കാതെ നടപ്പാക്കാൻ സന്നദ്ധമായ പാർട്ടി നേതാക്കന്മാരായതുകൊണ്ട് ആദ്യം ഇതൊക്കെ വ്യക്തമായി വരട്ടെ, എന്നിട്ട് പറയാം. അതെല്ലാം പാർട്ടി തീരുമാനിക്കേണ്ടത്. CPIയുടെ ആശങ്ക പരിഗണിക്കണമെന്ന ഇന്ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നേതാക്കൾ അഭിപ്രായപ്പെട്ടു. R ശ്രീജിത്ത് തിരുവനന്തപുരത്തു നിന്നും ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, 2 പ്രധാനപ്പെട്ട യോഗങ്ങൾ, ഒന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, മറ്റൊന്ന് CPIയുടെ സെക്രട്ടേറിയറ്റ് യോഗം. 2 യോഗത്തിൽ നിന്നും നിർണായക തീരുമാനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സർക്കാർ പിന്നോട്ട് പോകുമോ? ആ നിലയ്ക്ക് സമ്മർദ്ദം ഉയരുന്നുണ്ടല്ലോ. എന്താണ് പുതിയ വിവരങ്ങൾ? വിജയകുമാർ, CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്തുടരുന്ന നയത്തിൽ നിന്നുള്ള വ്യതിയാനമായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന കാര്യം പല നേതാക്കന്മാരും ചൂണ്ടിക്കാണിച്ചു. അത്തരത്തിലുള്ള ആശങ്ക CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഉയർന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ വിവരം. അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്തുടരുന്ന മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങളിൽ നിന്നുള്ള മാറി നടത്തമാണ് ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടലെന്ന വിമർശനം പരക്കെ ഉയർന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സർക്കാർ കൈക്കൊണ്ട തീരുമാനം നയവ്യതിയാനമായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അത് രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കാനും സാധ്യതയുണ്ട് എന്ന ആശങ്കയാണ് CPIഎം നേതാക്കൾ അവരുടെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല, CPIയുടെ ആശങ്ക പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്ന ആവശ്യവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നു. എന്നാൽ എന്താണ് പോംവഴി എന്നതാണ് CPIഎമ്മിന് മുന്നിലുള്ള പ്രശ്നം. ധാരണാപത്രം PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി K വാസുകി ഒപ്പുവെച്ചു. അപ്പോൾ ഒപ്പുവെച്ച ഒരു തീരുമാനത്തിൽ നിന്ന് എങ്ങനെയാണ് സർക്കാരിന് പിന്നോട്ട് നടക്കാൻ കഴിയുക എന്നൊരു പ്രശ്നമുണ്ട്. അതിനും ഉത്തരം നൽകേണ്ടത് സർക്കാരാണ്. എന്തായാലും സമവായത്തിന്റെ സാധ്യത മുന്നിൽ കണ്ടാണ് വൈകുന്നേരം 4 മണിക്ക് വി ശിവൻകുട്ടി വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ സെക്രട്ടറി യോഗത്തിന് ശേഷം CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മാധ്യമങ്ങളെ കാണാനുള്ള തീരുമാനം ഉണ്ടാകും. ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് സമവായത്തിലുള്ള ശ്രമങ്ങൾ CPIഎമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ സമവായ ഫോർമുല എന്താണ് എന്നാണ് ഇനി അറിയാനുള്ളത്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി യോഗം 12:30 ആരംഭിച്ചിരിക്കുന്നു. 2 ഓപ്ഷനുകളാണ് ഈ ഒരു കാര്യത്തിൽ ഒന്ന് ഇടപെട്ട് ചോദിക്കട്ടെ. അതായത് ഈ പദ്ധതിയുടെ ഭാഗമായി പരിഗണിക്കപ്പെടേണ്ട സ്കൂളുകളുടെ ആദ്യ പട്ടിക ഇന്ന് കേന്ദ്രത്തിന് കൈമാറാൻ പോവുകയാണ് സംസ്ഥാന സർക്കാർ. അങ്ങനെ കേന്ദ്രത്തിന് ആ പദ്ധതിയുടെ ഭാഗമായ സ്കൂളുകളുടെ പട്ടിക കൈമാറാൻ പോകുന്നു എന്ന് വെച്ചാൽ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടാണ്. അങ്ങനെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ സമവായം ഉണ്ടാകുമോ? സമവായത്തിന് എന്ത് പ്രസക്തിയാണ് അവിടെ ഉണ്ടാവുക?
പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള നടപടികൾ മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ ആശങ്ക രേഖപ്പെടുത്തുമ്പോഴും പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം. അതായത് PMC പദ്ധതിയിൽ യോജിക്കാത്തതുകൊണ്ട് സമഗ്ര ശിക്ഷ കേരളം പദ്ധതിക്കടക്കം സഹായം തടഞ്ഞു വെക്കുന്നു. അങ്ങനെ വലിയ തോതിൽ സാമ്പത്തിക നഷ്ടം പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഉണ്ടാകുന്നു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പ്രയോജനം ചെയ്യേണ്ട പണമാണ് പാഴായി പോകുന്നത് തുടങ്ങിയ ന്യായവാദങ്ങളായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ കാര്യത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിടുകയും അത് നയവ്യതിയാനമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുകയും സാഹചര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകാനാകുമെന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയാണ്. അദ്ദേഹം ആ രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ആ ഒരു ഒപ്പിടലിലേക്ക് സെക്രട്ടറിയെ പറഞ്ഞയച്ചത് എന്ന കാര്യം വ്യക്തമാണ്. കുറഞ്ഞപക്ഷം CPM സംസ്ഥാന നേതൃത്വത്തോടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോടോ ആലോചിക്കാതെ V ശിവൻകുട്ടി അത്തരമൊരു നടപടിക്ക് സെക്രട്ടറിയെ പറഞ്ഞയക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ തീരുമാനം എവിടെ ഉണ്ടായിട്ടുണ്ട്, അത് CPIന്റെ സംസ്ഥാന നേതൃതലത്തിലാണോ അതോ മുഖ്യമന്ത്രിയുടെ തലത്തിലാണോ എന്ന കാര്യമാണ് ഇനി വ്യക്തമാകേണ്ടത്. എന്നാൽ CPIന്റെ ഈ തീരുമാനത്തിലുള്ള ശക്തമായ പ്രതിഷേധം CPIക്കുണ്ട്. അതിലുള്ള ആ പ്രതിഷേധം എന്തായിരിക്കണം എന്ന് ആലോചിക്കാനാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി യോഗം ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. രണ്ട് ഓപ്ഷനുകളാണ് പരിഗണിക്കുന്നത്. ഒന്ന്, മന്ത്രിമാരെ പിൻവലിച്ച് പുറത്തുനിന്ന് LDF സർക്കാരിന് പിന്തുണ കൊടുക്കുക. മറ്റൊന്ന്, കേന്ദ്ര നേതൃത്വം, അതായത് CPIMന്റെയും CPIയുടെയും ദേശീയ നേതൃത്വങ്ങൾ തമ്മിൽ സംസാരിച്ച് ഒരു സമവായം ഉണ്ടാക്കുക. എന്നാൽ അപ്പോഴും സമവായം എന്താണ് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. CPI നേതാക്കൾ കടുത്ത വികാരത്തിലാണ്. ആ പ്രതികരണങ്ങളാണ് നമ്മൾ ഇതിനകം കണ്ടു കഴിഞ്ഞത്. യെസ്, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് അല്പസമയത്തിനകം CPI ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുത്തു എന്ന് ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറി തന്നെ വിശദീകരിക്കും. ഒരു വാർത്താ സമ്മേളനം നമ്മൾ അടുത്ത ഏതു സമയവും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനവും അടുത്ത നിമിഷം വരാൻ പോവുകയാണ്. ആ വിവരങ്ങൾ ആർ ശ്രീജിത്ത് അല്പസമയത്തിനകം ലഭ്യമാക്കും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ തുടരുന്നുണ്ട്. ബൽറാം, CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. സംസ്ഥാന ഘടകത്തിന്റെ തീരുമാനം എന്താണോ അതിനനുസരിച്ചുള്ള തീരുമാനമായിരിക്കും അവിടെ നിന്ന് വരിക. പക്ഷേ അതിനിടയിൽ ഈ കേന്ദ്ര നേതൃത്വങ്ങൾ തമ്മിൽ ഒരു സമവായത്തിന്റെ സാധ്യതയെപ്പറ്റിയുള്ള ആലോചന നടക്കുന്നുണ്ട് ഈ വിഷയത്തിലെന്ന് സൂചനകളുണ്ട്. ആ നിലയ്ക്ക് എന്തെങ്കിലും നീക്കങ്ങൾ ഡൽഹിയിലുണ്ടോ? CPM ജനറൽ സെക്രട്ടറി MA ബേബി ഡൽഹിയിൽ ഉണ്ടാകുമല്ലോ. അദ്ദേഹം ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടോ? എന്താണ് ഡൽഹിയിൽ നിന്ന് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ ബൽറാം? വിജയകുമാർ, CPIM ജനറൽ സെക്രട്ടറി MA ബേബിക്ക് ഇന്ന് ചെന്നൈയിലാണ് പരിപാടി. അദ്ദേഹം ഇന്ന് ചെന്നൈയിലാണ് ഉള്ളത്. വൈകിട്ടോടെ ചെന്നൈയിൽ നിന്നും ഹൈദരാബാദിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഇന്ന് ഉണ്ടായിട്ടില്ല ഈ വിഷയത്തിൽ ഇതുവരെയും. അതേസമയം ഈ ഒരു തീരുമാനം നടപ്പാക്കിയതിന് അല്ലെങ്കിൽ വാർത്തകൾ പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ CPI ദേശീയ നേതാക്കൾ ഇക്കാര്യത്തിൽ ഞെട്ടലാണ് രേഖപ്പെടുത്തിയത്. ഇത്തരം ഒരു നീക്കം പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന പ്രതികരണമാണ് നടത്തിയത്. കടുത്ത എതിർപ്പ് CPIക്ക് ഈ വിഷയത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രത്യേകിച്ച് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ ആദ്യ പ്രതികരണം എന്നുള്ളത് ഇടത് നയങ്ങൾ പാലിക്കാനുള്ള സംരക്ഷിക്കാനുള്ള ബാധ്യത CPIക്ക് മാത്രമല്ല എന്നുള്ള പ്രതികരണമായിരുന്നു. ഈ വിഷയത്തിൽ പാർട്ടിയെ അപമാനിച്ചതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെ നയത്തിൽ നിന്നും വ്യതിചലനമുണ്ടായി എന്നും അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുമുള്ള നിലപാടാണ്. ഇന്ന് 11 മണിക്കാണ് ദേശീയ സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചത്. മുൻ നിശ്ചയിച്ച അജണ്ട അനുസരിച്ചാണ് യോഗമെങ്കിൽ പോലും അതിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ സർക്കാരിന്റെ ഭാഗമായ CPIയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു നീക്കമുണ്ടായി എന്നുള്ളത് അതീവ ഗൗരവത്തോടെ കാണുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ത് നിലപാട് ഇക്കാര്യത്തിൽ എടുത്താലും അതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുക, കടുത്ത നീക്കം തന്നെ ഉണ്ടായേക്കും എന്ന സൂചനകളും നേതാക്കൾ നൽകുന്നുണ്ട്. അത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ തിരഞ്ഞെടുപ്പിനേക്കാൾ വലിയതാണ് പാർട്ടിയും അതിന്റെ നയവും എന്നായിരുന്നു പ്രതികരണമുണ്ടായത് നേതാക്കളിൽ നിന്നും. അത്രത്തോളം കടുത്ത ഒരു നിലപാടിലാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശ് M സജി ഉണ്ട്. എങ്ങനെയാണ് ഈ വിഷയത്തിനോട് ഇപ്പം MOUവിൽ ഒപ്പിട്ടിരിക്കുന്നു ഈ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി കൂടി ഉൾപ്പെട്ട PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ കേരളം, ഇതിനോട് SFI എങ്ങനെ പ്രതികരിക്കും? ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കരട് 2019 പ്രസിദ്ധീകരിച്ച ഘട്ടം മുതൽ തന്നെ രാജ്യത്താകമാനം തന്നെ ഈ ദേശീയ വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസ മേഖലയെ കേന്ദ്രീകരിക്കുക, വർഗീയവൽക്കരിക്കുക, കമ്പോളവൽക്കരിക്കുക എന്ന അജണ്ടയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചതാണ്. അപ്പം അതിനെതിരായി രാജ്യത്താകമാനം തന്നെ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവന്ന വിദ്യാർത്ഥി സംഘടനയാണ് SFI. ഇന്നും ആ സമര പരിപാടികളുമായി SFI മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതായത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് സംഘപരിവാറിൻ്റെ അജണ്ടകൾ ഏത് നിലയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചാലും വലിയ സമരം രാജ്യത്താകമാനം തന്നെ SFI എല്ലാ ഘട്ടത്തിലും ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഈ MOU ഒപ്പിട്ടതിൽ തെറ്റില്ല, പക്ഷേ ഇതിന്റെ പിന്നിലുള്ള എതിർക്കുന്ന അജണ്ടകൾ നടപ്പാക്കാൻ ശ്രമിച്ചാൽ ഇനിയും എതിർക്കുമെന്നാണോ? അതായത് ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ അത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുണ്ട്, നമ്മുടെ സ്കൂൾ വികസനത്തിന് വേണ്ടിയിട്ടുള്ളതെല്ലാമാണ്.
ആ പശ്ചാത്തല സൗകര്യ വികസനം എല്ലാം ഉണ്ടാവണം. അത് കേരളത്തിലെ ഓരോ വിദ്യാർത്ഥികൾക്കും അവകാശപ്പെട്ട പണമാണ്, കേരളത്തിന് അവകാശപ്പെട്ട പണമാണ്. അത് ലഭ്യമാക്കണം. ആ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കുന്നത് വഴി അവർ ഉദ്ദേശിക്കുന്ന അജണ്ടകളുണ്ട്. കരിക്കുലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ കരിക്കുലം, അവർ പറയുന്ന സംഘപരിവാറിൻ്റെ അജണ്ടയുള്ള കരിക്കുലം അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കണം. അതിനെതിരാണ്. ആ നിലയിൽ സംഘപരിവാറിൻ്റെ അജണ്ട ഈ PM ശ്രീ വഴി അവർ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അതിനെ ശക്തമായിട്ട് SFI പ്രതിരോധിക്കും. അപ്പോൾ ആ നിലയിൽ തന്നെയാണ് നമ്മൾ സ്വീകരിച്ചത്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കെതിരല്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കൂടുതൽ കേരളത്തിനകത്ത് വരണം, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് വരണം. അതുമായി ബന്ധപ്പെട്ടുണ്ട് കേരളത്തിന് ലഭിക്കേണ്ട ഇപ്പോൾ 1440 കോടി രൂപ കേരളത്തിന് ലഭിക്കേണ്ട പണമാണ്. അത് നൽകാതെ തടഞ്ഞു വെക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു. അത് കേരളത്തിൽ ഓരോരുത്തർക്കും അവകാശപ്പെട്ടാണ്, നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അവകാശപ്പെട്ട പണമാണ്. അത് തടഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ള സമീപനമാണ് സ്വീകരിച്ചത്. പക്ഷേ അതുവഴി ഏത് പദ്ധതി ആയിക്കോട്ടെ, ശരി ബൽറാം, എന്തായാലും വേണോ വേണ്ടയോ, ഒപ്പിട്ടത് ശരിയായോ അതോ തെറ്റാണോ എന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിൽ മറുപടി പറയാൻ SFI കേന്ദ്ര അല്ലെങ്കിൽ ദേശീയ സംസ്ഥാന ഘടകങ്ങൾക്ക് നേതാക്കൾക്ക് കഴിയുന്നില്ല എന്നത് ഈ രാവിലെ മുതൽ കാണുന്ന പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇപ്പോഴിതാ ബൽറാമിനോട് സംസാരിക്കുന്ന SFI നേതാവിനും അത് പരത്തി പറയുകയല്ലാതെ എസ് ഓർ നോ എന്നൊരു മറുപടി പറയാൻ കഴിയുന്നില്ല എന്നതും ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ്. നമ്മൾ ഇതിനോടനുബന്ധമായ ചില പ്രതികരണങ്ങളിലേക്ക് കൂടി കടക്കുകയാണ്. പാർട്ടി എതിർപ്പ് അവഗണിച്ച് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച സർക്കാർ നിലപാടിനെ പരസ്യമായി എതിർത്തു CPI നേതാക്കൾ ഇന്ന് രംഗത്തെത്തി. LDF ഘടകകക്ഷികളും പദ്ധതിക്കെതിരെ രംഗത്തുണ്ട്. വിഷയം മുന്നണി ചർച്ച ചെയ്യുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. നാണക്കേട് സഹിച്ചു മുന്നണിയിൽ തുടരണോ എന്നാണ് CPIയോട് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. CPIഎമ്മിനെതിരെ ആഞ്ഞടിച്ചായിരുന്നു CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം K പ്രകാശ് ബാബുവിന്റെയും രാജ്യസഭാ കക്ഷി നേതാവ് P സന്തോഷ് കുമാറിന്റെയും പ്രതികരണം. നയപരമായ കാര്യങ്ങളിൽ ഗവൺമെൻറ് സെക്രട്ടറി അതിൽ ഒപ്പിടാൻ പാടില്ലാത്തതാണ്. അപ്പം പിന്നെ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ക്യാബിനറ്റിലെ അംഗങ്ങൾ കൂടി പങ്കെടുക്കുന്നതാണ് സെക്രട്ടേറിയറ്റ് യോഗം. അതിൽ ചർച്ച ചെയ്തിട്ട് എന്താണ് സ്ഥിതി എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് അതിന്മേൽ പ്രതികരിക്കും. ഇത് കേരളത്തിൽ ഒരു വിവാദം അല്ലെങ്കിൽ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. അതൊരു നയപരമായ വിഷയത്തിനകത്താണ്. അതിനകത്ത് ഞാൻ പറയുന്നത് പോലെ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗോളി തന്നെ പോയി സെൽഫ് ഗോൾ അടിക്കാൻ തീരുമാനിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് മുൻപ് ഉണ്ടായിട്ടില്ലാത്ത ഒന്നാണ്. ഗൗരവമേറിയ വിഷയമെന്ന് മന്ത്രി K രാജനും പ്രതികരിച്ചു. CPI കേന്ദ്ര സെക്രട്ടേറിയറ്റും വിഷയം ചർച്ച ചെയ്യും. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ എന്ത് CPI എന്ന പരിഹാസ പരാമർശം ഉൾപ്പെടെ ചർച്ചയാകുമെന്ന് നേതാക്കൾ. I am not speaking on any issue right now. We have our party meeting. We are going to discuss certain political issues. എല്ലാം അത് അപമാനിക്കപ്പെട്ടോ അത് അംഗീകരിക്കപ്പെട്ടോ അതല്ലെങ്കിൽ ഞങ്ങളെ ഗൗരവത്തിലെടുത്തോ അല്ലെങ്കിൽ ഞങ്ങൾ ആരാണെന്ന് ചോദിച്ചോ അതൊക്കെ എല്ലാ വശങ്ങളും ഈ പാർട്ടി മീറ്റിംഗിൽ ചർച്ച ചെയ്യും. CPIയുടെ അഭിപ്രായം കേൾക്കാതെ മുന്നണിക്ക് മുന്നോട്ട് പോകാനാകുമോ എന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഒപ്പിട്ട് എന്ന് പറയുന്ന വ്യവസ്ഥകൾ എന്താണെന്ന് മനസ്സിലാക്കാതെ അത് സംബന്ധിച്ചുള്ള അഭിപ്രായ പ്രകടനം നടത്താൻ ഇപ്പോൾ എനിക്ക് സാധിക്കുന്നു. CPIയോട് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം ഇങ്ങനെ: ഏത് CPI എന്ന് CPM സംസ്ഥാന സെക്രട്ടറി ചോദിക്കല്ലേ, ഏത് CPI എന്ന്? എന്നിട്ട് അപമാനം സഹിച്ചുകൊണ്ട് അവരെ അതിൻ്റെ അകത്ത് തുടരുവാണോ അത് അവരാലോചിക്കട്ടെ. സർക്കാർ തീരുമാനത്തിൽ RJD ഉൾപ്പെടെ ഘടകകക്ഷികളും അതൃപ്തി പരസ്യമാക്കി. ന്യൂസ് ഡെസ്ക് 24. PM ശ്രീ പദ്ധതിയിലെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിന് പിന്നാലെ സ്കൂളുകളുടെ പട്ടിക കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന് ഇന്ന് സംസ്ഥാനം കൈമാറും. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി വൈകിട്ട് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പദ്ധതി നടപ്പാക്കുന്നതിലെ ആശങ്ക വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിച്ചെന്ന് SFI സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കി. ഇന്നലെ പദ്ധതിയിൽ ഒപ്പിട്ട് തൊട്ടു പിന്നാലെ PM ശ്രീ പദ്ധതിയിലെ ഗുണഭോക്തൃ സ്കൂളുകളുടെ ചുരുക്കപ്പട്ടിക കൈമാറാനൊരുങ്ങി വിദ്യാഭ്യാസ വകുപ്പ്. സർക്കാർ തയ്യാറാക്കിയ ചുരുക്കപ്പട്ടിക വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറും. സ്കൂളുകളെ തിരഞ്ഞെടുക്കാനുള്ള ചുമതല കേന്ദ്രത്തിനാണ്. കഴിഞ്ഞ വർഷം തന്നെ സ്കൂളുകളുടെ പട്ടിക സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിരുന്നു എന്നാണ് വിവരം. നടപടിക്രമങ്ങൾ വിശദീകരിക്കാൻ ഇന്ന് വൈകിട്ട് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണും. PM ശ്രീ പദ്ധതിയിൽ സർക്കാർ ഒപ്പുവെച്ചതിൽ ആശങ്കയുണ്ടെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. PM ശ്രീയിൽ അടങ്ങിയിരിക്കുന്ന ഈ വർഗീയ കാഴ്ചപ്പാടുകൾ സ്വാഭാവികമായും വിദ്യാർത്ഥി സമൂഹത്തിന് ആപത്കരമായിട്ടുള്ള ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകും എന്നറിയിച്ചതാണ്. അപ്പോൾ ഞങ്ങളുടെ ആശങ്ക ഞങ്ങൾ സർക്കാരിനെ ആ ഘട്ടത്തിലും അറിയിച്ചു. അപ്പോൾ ഈ ഘട്ടത്തിലും ഞങ്ങൾക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. ഞങ്ങൾ ആശങ്ക അതുപോലെ തന്നെ പങ്കുവയ്ക്കുന്നു. അതേസമയം ഇടതുപക്ഷത്തെ വഞ്ചിച്ചത് വിപ്ലവ പ്രസ്ഥാനത്തിന്റെ മുൻ അമരക്കാരനെന്ന് പരിഹസിച്ച് AASF. എന്നാൽ ABVP നേതൃത്വം PM ശ്രീ പദ്ധതി നടപ്പാക്കിയതിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയെ നേരിൽ കണ്ട് അഭിനന്ദിച്ചു. 24 തിരുവനന്തപുരം.
ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി തിരുവനന്തപുരത്തു നിന്ന് വരുന്നുണ്ട്. PM ശ്രീയിൽ ഒപ്പിട്ടതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. CPI ജനറൽ സെക്രട്ടറി D രാജയ്ക്ക് അയച്ച കത്തിലാണ് ഈ ഗുരുതര ആരോപണമുള്ളത്. ശ്രീജിത്ത് വിവരങ്ങൾ നൽകാൻ ഒരിക്കൽ കൂടി ചേരുന്നു തിരുവനന്തപുരത്തു നിന്ന്. ശ്രീജിത്ത്, D രാജയോട് ബിനോയ് വിശ്വം എന്താണ് പറയുന്നത്? ഇതിലെ ഗൂഢാലോചന, ഇത് CPIയുടെ നിലപാടുകളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന CPM സമീപനം, ഒരു തരത്തിൽ പറഞ്ഞാൽ അപമാനിക്കൽ. അപ്പോൾ ഏതെങ്കിലും ഒരു കടുത്ത നടപടി സ്വീകരിക്കുന്നതിന് തൊട്ടു മുമ്പ് പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറിക്ക് അയച്ച കത്തിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്, അല്ലേ? വിജയകുമാർ, സംസ്ഥാനത്ത് നടക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള സംഭവവികാസങ്ങൾ ദേശീയ നേതൃത്വത്തെ അറിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട പുതിയ സംഭവവികാസങ്ങൾ CPIയുടെ ജനറൽ സെക്രട്ടറി D രാജയെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അറിയിച്ചിരിക്കുന്നത്. ഇമെയിലായി അയച്ച കത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. രാജ്യത്താകമാനം നടക്കുന്ന അധ്യാപകരും വിദ്യാർത്ഥികളും മറ്റ് രാഷ്ട്രീയ മുന്നണികളും മതനിരപേക്ഷ രാഷ്ട്രീയ മുന്നണികളും നടത്തുന്ന ജനാധിപത്യ പോരാട്ടങ്ങളെ ആകെ ദുർബലപ്പെടുത്തുന്ന തീരുമാനമാണ് കേരളത്തിലെ ഇടത് സർക്കാരിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഈ തീരുമാനത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്നാണ് D രാജയ്ക്ക് അയച്ച കത്തിൽ ബിനോയ് വിശ്വം ചൂണ്ടിക്കാണിക്കുന്നത്. മുന്നണി മര്യാദകൾ CPM ലംഘിച്ചു എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് ഈ PM ശ്രീ പദ്ധതിയിലുള്ള ഒപ്പിടലെന്നും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി ഏകപക്ഷീയമായിട്ടാണ് ഈ പദ്ധതിയുമായി സഹകരിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ഇതിന് ഒരു നീതീകരണവുമില്ല, ഇതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാനാവുന്നതല്ല എന്ന കാര്യവും ഈ കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ധാരണാപത്രം ഒപ്പിട്ടതിലൂടെ LDF സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ വർഗീയ നയങ്ങൾക്കെതിരായ പോരാട്ടങ്ങൾ ആകെ ദുർബലപ്പെട്ടുവെന്നും ചൂണ്ടിക്കാണിക്കുന്നു. ഇത് പൊതുവിൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനും വലിയ രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുള്ള പോരാട്ടങ്ങളെ ആകെ ദുർബലപ്പെടുത്തുന്ന തീരുമാനമാണ് എന്നാണ് 3 പാരഗ്രാഫുള്ള ഈ കത്തിൽ D രാജയ്ക്ക് അയച്ച കത്തിൽ ബിനോയ് വിശ്വം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും വളരെ ഗുരുതരമായ സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത് എന്ന് ദേശീയ നേതൃത്വത്തെ അറിയിക്കുകയാണ് ഇതിലൂടെ ബിനോയ് വിശ്വം ചെയ്തിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള തീരുമാനം സംസ്ഥാനത്ത് കൈക്കൊള്ളും എന്ന സൂചനകളും ഈ കത്തിൻ്റെ ഭാഗമായി നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. യെസ്, ഏതറ്റം വരെ പോകും CPI എന്നാണ് ഇനി അറിയേണ്ടത്. നമ്മൾ ഉടൻ ഒരു വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വിറ്റെന്ന് കണ്ടെത്തൽ. പോറ്റി തനിക്ക് സ്വർണം വിറ്റുവെന്ന് കർണാടക ബെല്ലാരിയിലെ വ്യാപാരി ഗോവർദ്ധൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. അതേസമയം പോറ്റിയുമായി തെളിവെടുപ്പിന് അന്വേഷണ സംഘം ബംഗളൂരുവിലേക്ക് തിരിച്ചു. ശബരിമലയിലെ ദ്വാരപാളികളിൽ നിന്ന് വേർതിരിച്ച സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റെന്ന നിർണായക കണ്ടെത്തലാണ് SITക്ക് ലഭിച്ചത്. ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി 476 ഗ്രാം സ്വർണം വിപണി വിലയ്ക്ക് വിറ്റത്. സ്വർണം വേർതിരിച്ചപ്പോൾ ബാക്കി വന്ന ഈ സ്വർണം പോറ്റിക്ക് നൽകിയത് സ്മാർട്ട് ക്രിയേഷൻസ് ആണ്. ഇക്കാര്യം ഗോവർദ്ധൻ SITയോട് സ്ഥിരീകരിച്ചു. 2012-13 കാലഘട്ടത്തിൽ ബംഗളൂരുവിലെ ശ്രീറാംപുര അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ചാണ് പോറ്റിയുമായി പരിചയപ്പെടുന്നത്. ശബരിമലയിലെ പൂജാരി എന്ന് പറഞ്ഞാണ് പോറ്റി സ്വയം പരിചയപ്പെടുത്തിയത്. തന്നിൽ നിന്ന് സ്പോൺസർഷിപ്പിന്റെ പേരിൽ പലപ്പോഴായി പോറ്റി സ്വർണം വാങ്ങിയിട്ടുണ്ടെന്നും ഗോവർദ്ധൻ SITയെ അറിയിച്ചു. വിവാദങ്ങൾക്കിടെ ഇന്ന് ദേവസ്വം ബോർഡ് യോഗം ചേർന്നു. 2025 സ്വർണ്ണപ്പാളി കൈമാറ്റത്തിൽ വീഴ്ചയുണ്ടായെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് സമ്മതിച്ചു. സമസ്ത ഉദ്യോഗസ്ഥന്മാരുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും സാന്നിധ്യത്തിൽ കൃത്യമായ മഹസർ തയ്യാറാക്കി 22 കിലോഗ്രാം ചെമ്പ്, അതിൽ 281 ഗ്രാം സ്വർണം എന്നൊക്കെ മഹസർ തയ്യാറാക്കി വീഡിയോ ചിത്രീകരണത്തോടുകൂടി സുരക്ഷിത വാഹനത്തിലാണ് ഞങ്ങൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. പക്ഷെ ഒരു വീഴ്ച പറ്റി. എന്താണ് വീഴ്ച? സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ചില്ല. അതൊരു വീഴ്ച തന്നെയാണ്. ഇതിനിടെ പോറ്റിയുമായി തെളിവെടുപ്പിന് SIT ബംഗളൂരുവിലേക്ക് തിരിച്ചു. ബെല്ലാരിയിലെത്തി വിറ്റ സ്വർണം വീണ്ടെടുക്കാനും ശ്രമിക്കും. ഒപ്പം ചെന്നൈ അമ്പത്തൂരിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിലെത്തിയും തെളിവെടുപ്പ് നടത്തും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരിച്ചെത്തിച്ച ശേഷം മുരാരി ബാബുവിനായി അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകും. 24 തിരുവനന്തപുരം. ആനക്കൊമ്പ് കൈവശം വച്ച കേസിൽ മോഹൻലാലിന് തിരിച്ചടി. ആനക്കൊമ്പിന്റെ ഉടമസ്ഥാവകാശം മോഹൻലാലിന് നൽകിയ വനം വകുപ്പ് ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. വനം വകുപ്പ് പുതിയ വിജ്ഞാപനം ഇറക്കണം എന്ന് കോടതി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി. 2011 ഡിസംബർ 21 ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ തേവരയിലെ മോഹൻലാലിന്റെ വീട്ടിൽ നിന്ന് 2 ജോഡി ആനക്കൊമ്പുകൾ കണ്ടെത്തിയിരുന്നു. തുടർന്ന് 2015 ആനക്കൊമ്പുകൾ ഡിക്ലെയർ ചെയ്യാൻ സർക്കാർ അവസരം നൽകി. 2016 ജനുവരി 16 ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ആനക്കൊമ്പിന്റെ ഉടമസ്ഥാവകാശം മോഹൻലാലിന് നൽകുകയും ചെയ്തു. ഈ ഉത്തരവാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത്. പകരം പുതിയ വിജ്ഞാപനം ഇറക്കാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാർ ഉത്തരവിലെ സാങ്കേതിക പിഴവ് ചൂണ്ടിക്കാട്ടിയാണ് കോടതി നടപടിയെന്ന് മോഹൻലാലിന്റെ അഭിഭാഷകൻ വിശദീകരിച്ചു. 2015 ഗസറ്റിൽ സർക്കാർ ഉത്തരവുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറപ്പെടുവിക്കാത്തതാണ് പിഴവായി കോടതി ചൂണ്ടിക്കാണിച്ചത്. ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കർ നമ്പ്യാർ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്.
ആനക്കൊമ്പ് കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മോഹൻലാൽ നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. CPI നേതൃയോഗത്തിലെ ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഈ പദ്ധതിയിൽ ഒപ്പുവയ്ക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം മുഖ്യമന്ത്രിയുടെ അറിവോടെ എന്നാണ് CPIയുടെ ഒരു വിമർശനം. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഈ വിമർശനം ഉയർന്നത്. മുഖ്യമന്ത്രി അറിയാതെ അനങ്ങുന്ന ആളല്ല വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എന്നാണ് വിമർശനം. തീരുമാനത്തിന് ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണ് എന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. ശ്രീജിത്ത് വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്തു നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, മീറ്റിംഗ് അല്ലെങ്കിൽ യോഗം തുടരുന്നതേ ഉള്ളൂ, കമ്മിറ്റി തുടരുന്നതേ ഉള്ളൂ. അതിനുള്ളിൽ നടക്കുന്ന ചർച്ചകൾ ഏതു സ്വഭാവത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നതിന്റെ സൂചനകളാണ് ഈ വരുന്ന വിവരങ്ങൾ, ഈ ചർച്ചയുടെ വിവരങ്ങൾ, അല്ലേ? വിജയകുമാർ, തീർച്ചയായും CPIയുടെ സംസ്ഥാന സെക്രട്ടറി യോഗം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറാകുന്നു യോഗം തുടങ്ങിയിട്ട്. ആ യോഗത്തിൽ നടക്കുന്ന ചർച്ചകളുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സർക്കാരിനെതിരെയും CPIഎമ്മിനെതിരെയും രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത്. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരംഗം ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ തീരുമാനം, പൊതുവിദ്യാഭ്യാസ വകുപ്പ് PMC പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിടാനുള്ള കൈക്കൊണ്ട തീരുമാനം അത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സ്വമേധയാ എടുത്ത തീരുമാനമല്ല, മറിച്ച് മുഖ്യമന്ത്രിയുടെ അറിവോടെ എടുത്ത തീരുമാനമാണ് എന്നാണ് ഒരു CPI സെക്രട്ടേറിയറ്റ് അംഗം യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചത്. അതായത് മന്ത്രി അദ്ദേഹം നടത്തിയ പരാമർശം ഇതാണ്: ശിവൻകുട്ടി മുഖ്യമന്ത്രി അറിയാതെ അനങ്ങുക പോലും ചെയ്യുന്ന ആളല്ല, അതുകൊണ്ട് തീരുമാനത്തിൻ്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണ്, മുഖ്യമന്ത്രി അറിയാതെയല്ല ഈ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ ഒരു പ്രധാനപ്പെട്ട നേതാവ് ചൂണ്ടിക്കാണിച്ചത്. അതിനോട് മറ്റംഗങ്ങളും യോജിച്ചു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ചർച്ചകൾ ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ്. CPIഎമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ എന്ന കാര്യത്തിൽ CPIക്ക് വ്യക്തതയില്ല. എന്നാൽ മുഖ്യമന്ത്രി അറിയാതെ ഈ തീരുമാനം നടക്കില്ല, മുഖ്യമന്ത്രി അറിയാതെ ഒരു ഇല പോലും അനങ്ങില്ല എന്ന കാര്യമാണ് CPI ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരം ചർച്ചകളാണ് ഇപ്പോൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ ഉയരുന്നത്. യെസ്, രാവിലെ പ്രതികരിച്ച പല കോൺഗ്രസ് നേതാക്കളും മുഖ്യമന്ത്രിയുടെ ഡൽഹി യാത്ര, അവിടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ നടത്തിയ ആ ചർച്ചകളുടെ രഹസ്യ സ്വഭാവമൊക്കെ ചേർത്ത് വെച്ച് ഈ വിവാദങ്ങളുമായി കൂട്ടി സംസാരിച്ചിരുന്നു. CPIയുടെ ഇപ്പോഴത്തെ വിമർശനങ്ങളുടെ കാതലും എനിക്ക് തോന്നുന്നു ആ വഴിക്ക് തന്നെയാണ് എന്ന്. കാരണം ഇത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ്, മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ്, അതല്ലാതെ വിദ്യാഭ്യാസ മന്ത്രിയും ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കില്ല. അപ്പോൾ മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ച് തന്നെയാണ് CPI യോഗത്തിലും വിമർശനം ഉയരുന്നത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും നിർണായക തീരുമാനങ്ങളിലേക്ക് CPI കടക്കുമോ എന്നത് വൈകാതെ അറിയാൻ കഴിയും. ശ്രീജിത്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. ആന്ധ്രാപ്രദേശിലെ കുർണൂലിൽ സ്ലീപ്പർ ബസ്സിന് തീപിടിച്ച് വൻ അപകടം, 25 പേർ മരിച്ചു. ഹൈദരാബാദ് ബംഗളൂരു ഹൈവേയിലാണ് അപകടമുണ്ടായത്. ഇരുചക്ര വാഹനത്തിൽ ഇടിച്ച ശേഷം ബസ്സിന് തീപിടിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം പ്രധാനമന്ത്രി അടിയന്തര സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു. ഇതോടെ 1 PM ന്യൂസ് അവസാനിക്കുകയാണ്.